Hello guys, welcome back to my YouTube channel. So in day 2 in Baku, Azerbaijan, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗബാല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അതിൻ്റെ എവിടെയോ ഒരു ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. തണുപ്പുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലത്തെ പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ കടയിൽ കയറിയപ്പം ഈ ഒരു ഷോൾ വാങ്ങിച്ചു. നല്ല ചൂടുണ്ട്. ഇത് 14 മന്നത്ത്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. നല്ല മെറ്റീരിയലാണ്. സോ ഞാൻ വാങ്ങിച്ചു. സോ ഇനി സ്നോ ഏരിയ ആണോ അതോ അല്ലാത്ത ഏരിയ ആണോ ഒരു ഐഡിയ ഇല്ല. ടൂർ ഗൈഡ് ഏതോ ഒരു നല്ല സ്ഥലത്ത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവം തമ്പുരാനറിയാം. ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലൈക്ക് എന്താണ്, ഇവിടെ വണ്ടികളൊക്കെ ഭയങ്കര സ്പീഡായിട്ടാണ് ഓടണമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്നാലും ഞങ്ങളുടെ വണ്ടിക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അവർക്ക് സ്പീഡിൽ പോകാനാണെന്ന് തോന്നുന്നു ഇഷ്ടം. അപ്പോൾ ഇന്നലെ ഒരു ഫൈൻ കിട്ടിയിട്ടുണ്ടെന്ന് പുള്ളി ഇന്ന് പറയുന്നുണ്ടായിരുന്നു. സോ നല്ല തണുപ്പ്, എൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നു. സോ ലെറ്റ്സ് സീ എന്താണ് ഇനി നമ്മൾ പോകുന്ന വഴിയിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ആദിയുടെ അമ്മച്ചി. സോ നമുക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കോഫി കിട്ടിയില്ല, ബിക്കോസ് അവിടെ മെഷീൻ കോഫി ആയിരുന്നു. നമുക്ക് ബ്രൂയിങ് കോഫി ആയിരുന്നു വേണ്ടത്. സോ നമ്മൾ പോകുന്ന വഴിയിലൊരു കഫേയിൽ നിർത്തി. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല. ആംബിയൻസും കാര്യങ്ങളും എല്ലാം ക്രിസ്മസ് തീമിലായിരുന്നു അവർ ചെയ്തത്. ഇതിവരിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ട്രീ. ക്രെയിനൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് ഫുള്ളായിരുന്നെങ്കിൽ ഒരു കിടുക്കാച്ചി ഫോട്ടോ കിട്ടിയായിരുന്നു. ഇത് ആ കഫേയുടെ സൈഡിൽ കൂടെ കാണുന്ന ഒരു ലേക്കാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഫേ ആയിരുന്നു. ഇൻറ്റേർണൽ ഫുൾ ക്രിസ്മസ് ഡെക്കോറും സൈഡിൽ ഈ ലേക്കിൻ്റെ വ്യൂവും. പക്ഷെ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് നമ്മുടെ ഐറ്റിനറി പ്രകാരം ഇത് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. നമുക്ക് വേറെ സമയവും ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഗബാലയിൽ എത്തിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഐറ്റിനറി ആയിട്ടുള്ള നുഹൂർ ഗോളിലാണ് നമുക്ക് പോകേണ്ടത്. സോ നമ്മളവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. സോ ആ കഫേയുടെ അടുത്ത് തന്നെയായിരുന്നു ഈ നൊഹൂർ ഗോൾ. ഈ നൊഹൂർ ഗോളിൽ നമുക്ക് ഇന്ന് എന്താ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ബോട്ട് റൈഡും പിന്നെ ഇവിടെ ലഞ്ചുമാണ്. ഈ ബോട്ട് റൈഡിനെ പറ്റി ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്. ലൈക്ക് ഇവിടെ ഒരു ഹയസ്റ്റ് മൗണ്ടൻസിൻ്റെ ഇടക്കായിട്ടാണ് ഈ ഒരു സഫാരി പോലെ അവർ വെച്ചിരിക്കുന്നത്. സോ അതിൻ്റെ സൈഡിൽ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമായിരുന്നു, അതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചെടികളൊക്കെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അവിടെ പോയിട്ട് ഇത് നമ്മൾ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഇതാണ്. നമ്മുടെ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. സോ നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു ബോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് തന്നെ റൈഡ് ചെയ്യാം. നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല, നമുക്ക് തന്നെ പെഡൽ ചെയ്തിട്ട് ഈ ഒരു ലേക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്ലാൻ ഫോർ കബാല. അപ്പൊ ഇവിടെ ഇപ്പൊ അച്ഛനും മോളുമാണ് റൈഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ആദിയും സായിയാണ് റൈഡ് ചെയ്യുന്നത്. ഞാൻ ബാക്കിലിരിക്കുന്നത്. ആദിക്ക് റൈഡ് ചെയ്യണം. സോ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അവള് ചെയ്തോട്ടെ, എന്താ പ്രശ്നം, ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പൊ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഈ
നോഹൂർ ലേക്കിൽ പറയാൻ വേണ്ടി മാത്രമൊന്നുമില്ല, ഈ ഒരു ബോട്ട് റൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കുഞ്ഞ് സ്വാനൊക്കെ ഉണ്ട്. പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, നമ്മുടെ ഇവിടുത്തെ കബാലയിലെ ഒരു മെയിൻ അട്രാക്ഷനാണ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന പോലെ ഒരു ബോട്ട് റൈഡ്, ഒരു 20 minutes ബോട്ട് റൈഡാണ്. അപ്പോൾ നമുക്ക് 40 മനാത്താണ് ചാർജ് ചെയ്തത്. ഈച്ച് പേഴ്സൺ 20 മനാത്ത്. ആദ്യക്ക് ഫ്രീ ആയിരുന്നു, അത് ഫ്രീ ആക്കി തന്നു. വലിയ കാര്യത്തിൽ പറഞ്ഞു കേട്ടോ, ചിലപ്പോൾ ഇതിന് 10 മനാത്തെ വല്ലതും കാണുള്ളൂ. പക്ഷെ നമ്മളെ കണ്ടപ്പോൾ 20 ആക്കിയതാണോ എന്ന് അറിയില്ല. എനിവേസ്, പിന്നെ ഇവിടെ കണ്ടോ, ഇത് ഇവിടുത്തെ 3 ഹയസ്റ്റ് മൗണ്ടൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ലേക്കാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ നോഹൂർ ലേക്ക്. ഇനിയിപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വൈകിട്ട് ഏതോ ഒരു മൗണ്ടൻ, ഒരു ഗ്രീനറി പോലത്തെ ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുപോകാന്നൊക്കെ. ഞാൻ സ്നോ പ്രതീക്ഷയാണ് വന്നത്, പക്ഷേ അതൊന്നും ഇല്ല എന്തായാലും. പക്ഷേ തണുപ്പുണ്ട്, പ്ലസന്റ് തണുപ്പാണ്. ഇനി കുറച്ച് വെയിലത്തേക്ക് കൊണ്ടുപോവാച്ചാ. അപ്പോൾ നമ്മുടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബിക്കോസ് പിന്നെ ഡിലേ ആയാൽ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെയും നമുക്ക് ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല. സോ ഇവിടെ തന്നെ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് നെക്സ്റ്റ് പരിപാടിക്ക് പോകാമെന്നാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നാട്ടോ. പിന്നെ അതേപോലെ ഇവിടെ ഇപ്പോൾ ഒരു ഡോം പോലെ, ഗ്ലാസ് ഡോം പോലെ ഒരു സ്ഥലം ആണ് ലൈക്ക് നമ്മൾ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നത്. സോ ഇവിടെ വീണ്ടും നമ്മൾ സൂപ്പാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഈ തണുപ്പത്ത് നമുക്ക് സൂപ്പ് മാത്രമേ പോവുള്ളൂ. പിന്നെ നമ്മളൊരു പിസ്സയും കൂടെ ഓർഡർ ചെയ്തു അല്ലേ. ഹൗ വാസ് ദ ബോട്ടിങ് ആദി? ബോട്ടിങ് നല്ലതല്ലായിരുന്നു? വൈ? Because Acha was doing that so many times. ബിക്കോസ് ആദിയുടെ കാലം അവിടെ എത്താത്തോണ്ടല്ലേ. ഡക്കിനെ കണ്ടോ? ഡക്കിനെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഏത് കളർ ഡക്കിനെ ഇഷ്ടപ്പെട്ടെ? വൈറ്റ്. ബാക്കിലുണ്ടല്ലോ. അത് മഞ്ഞ ആയതുകൊണ്ട് തനിക്ക് ഇതാവാത്തായിരിക്കും. നമ്മുടെ ബാഗിലൊരു 100 സാധനം ഉണ്ട്. സോ ഇപ്പം നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ. ഈ ഒരു സെറ്റപ്പ് ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ലേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് ഡോം പോലെ, പിന്നെ അതിനകത്ത് ഹീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മെയിൻ ഇഷ്യൂ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫുഡ് എപ്പോഴും വരുമ്പോൾ ഭയങ്കര ഡിലേ ആണ്. അതാണ് നമ്മുടെ മെയിൻ കൺസേൺ. Already from supermarket, bhai. Okay, supermarket. On the way. On the way. Thank you. Lavash. How is the food? Good. Good? Yummy? This is same chicken soup, right? Yeah. With bread. But the color is Color? not same. Why? എന്താ കേട്ടില്ല. Oh ah. അല്ല അതിന് മുമ്പ് എന്താ പറഞ്ഞ? കൊക്കക്കോള? വാട്ട്? I can say Coca-Cola without my lips touching. Oh ah. I can also say Coca-Cola where my lip is not touching. കൊക്കക്കോള. കൊക്കക്കോളയ്ക്ക് അല്ലെങ്കിലും ലിപ്സ് ടച്ച് ആവില്ലല്ലോ. Coca-Cola. കൊക്കക്കോള. കൊക്കക്കോള. Coca-Cola. Coca-Cola. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ നോഹൂർ ലേക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നമുക്ക് ബാക്കി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം നമ്മൾ എന്തൊക്കെയാണ് ഗബാലയിൽ ചെയ്തതെന്ന്. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ടാറ്റാ.